രാജഭരണത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് മാറിയ നേപ്പാളിലെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിരോധിക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ പിന്നെ എന്താ പറയുക, നേപ്പാളിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമേ ഇനി പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ശർമ്മ ഒലിയുടെ സർക്കാർ തീരുമാനമെടുക്കുന്നു. അവിടെ ജെൻസി ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്ന് പ്രതിഷേധമുണ്ടാക്കുന്നു. അതിൽ 18 പേർ മരണപ്പെടുന്നു, 100-ലധികം പേർക്ക് പരിക്കുകൾ ഏൽക്കുന്നു എന്നുള്ളതാണ്. അതായത് രാജഭരണത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് ഒരു രാജ്യം മാറുന്നു. പിന്നീട് അവിടെ കാണുന്നത് മുഴുവൻ ഏകാധിപതിയായ ഒരു ഭരണത്തെയാണ് നമ്മൾ കാണുന്നത്. സൈന്യത്തിനൊരു വിലയില്ല, ആർക്കും ഒരു നിലപാടുകൾ ഉയർത്താൻ കഴിയുന്നില്ല. ശർമ്മ ഒലി എന്ത് പറയുന്നു, ആ സർക്കാർ എന്ത് പറയുന്നു, അത് തന്നെയാണ്. അഴിമതി കൊണ്ട് കുമിഞ്ഞുകൂടിയ ഒരു സർക്കാരിനെയാണ് നേപ്പാളിൽ കാണുന്നത്. പിന്നീട് പ്രക്ഷോഭം ഉണ്ടാകുന്നു. പ്രക്ഷോഭത്തിന് ശേഷം ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഒരു റാപ്പറിനെ, അയാൾ നേപ്പാളിലെ കൗൺസിലറാണ്, അയാളെ അവിടെ പ്രധാനമന്ത്രി ആക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നു. അതോടുകൂടി നേപ്പാളിനെ ഒരു ക്രിസ്തീയ രാജ്യമാക്കി മാറ്റാനുള്ള ചില ഒരുക്കങ്ങൾ നടത്തുന്നു. ഇതിന് പിന്നിലെല്ലാം ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ള ആരോപണങ്ങൾ വരുന്നു. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ കാണിച്ചതുപോലെ തന്നെ നേപ്പാളിലും അതുപോലെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ ആവശ്യം. അതിനുവേണ്ടിയുള്ള കളികളാണ് അവർ നടത്തിയത്. ഇന്ത്യയിൽ അത്തരത്തിൽ ചില ഭരണകൂടങ്ങളെ തകർക്കുവാനുള്ള ചില കളികൾ നടത്തി, പക്ഷേ അത് വിജയിച്ചില്ല. കാരണം ഇവിടെ നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റിന്റെ അപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവന്മാർക്ക്, അതായത് ഡീപ് സ്റ്റേറ്റുകാർക്ക് ഇന്ത്യ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്നുള്ളത് പല തരത്തിലുള്ള പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പല തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയെ പല തരത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഇന്ത്യയിൽ അതൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളിനെ പിടിക്കാം, നേപ്പാളിൽ ഇവരുടെ ഒരു സർക്കാരിനെ കൊണ്ടുവരാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ആകാൻ പോകുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പഠിച്ച നേപ്പാളിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയ സുശീല കർക്കിയാണ് അവർ ഇടക്കാല പ്രധാനമന്ത്രിയായി കൊണ്ടുവരുന്നത്. അതായത് സൈനിക മേധാവിയായ ജനറൽ അശോക് രാജ് സിംഗ്ഡന്റെ ഇടപെടലിനെ തുടർന്നാണ് അവർ പ്രധാനമന്ത്രിയാകാം. 15 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സുശീല പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രി ആകാം എന്നുള്ളത്. ആദ്യം ജെൻസിയിലെ ആളുകളെ, പ്രതിഷേധം സംഘടിപ്പിച്ച ചെറുപ്പക്കാരെയൊക്കെ വിളിക്കുന്നു, ഇവരുമായി സംസാരിക്കുന്നു. അപ്പോൾ ഇവരുമായി സംസാരിക്കുമ്പോൾ ബാലേന്ദ്ര ഷാ പ്രധാനമന്ത്രി ആയാൽ മതിയെന്ന് പറയുന്നു. പക്ഷേ പൂർണ്ണമായും ഒരു അനുകൂലം അയാൾക്ക് കിട്ടുന്നില്ല. കുറെ പേർ, അവർക്ക് മനസ്സിലായി ഇത് ഡീപ് സ്റ്റേറ്റിന്റെ, ഈ പ്രക്ഷോഭക്കാരായ ചെറുപ്പക്കാർക്ക് തന്നെ മനസ്സിലായി ഇവിടെ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ വഴങ്ങിയാൽ വീണ്ടും പഴയതിന്റെ ഇരട്ടി അവസ്ഥയിലേക്ക് രാജ്യം പോകും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സുശീല കർക്കി പറയുന്നത് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, സൈന്യത്തിന്റെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം എന്ന് പറയുന്നു. അപ്പോൾ സൈന്യം പറയുന്നു നിങ്ങൾ പ്രക്ഷോഭം അവസാനിപ്പിക്കണം, ഒരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാകാൻ പാടില്ല. കാരണം ജയിലിൽ നിന്നൊക്കെ 15,000-ഓളം ജയിൽ പുള്ളികളാണ് ഇറങ്ങി, അതായത് ജയിലിൽ നിന്നൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം, ഇവരെയൊക്കെ പിടിക്കണം. അപ്പോൾ ഇതിനൊക്കെയുള്ള സഹായങ്ങൾ ഈ ചെറുപ്പക്കാരിൽ നിന്ന് വേണം എന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഈ തിരിച്ച് രാജഭരണം വേണം. കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചർച്ചയിൽ ഒരു കാർഡ് വന്നതാണ്. അതായത് നേപ്പാളിൽ ഹിന്ദു രാഷ്ട്രം വരണം, ഒന്നുകിൽ രാജഭരണം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം നേപ്പാളിൽ വരണം എന്നുള്ളൊരു ആവശ്യം വലിയ രീതിയിൽ മുഴങ്ങി തുടങ്ങി എന്നുള്ള ഒരു കാർഡ് വന്നു. സത്യത്തിൽ അത് ഒരു പുതിയ ഉണർവിന്റെ, അല്ലെങ്കിൽ നേപ്പാളിൽ ഒരു പുതിയ ഉദയത്തിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നേപ്പാളിലെ ഭരിച്ചിരുന്ന മാവോയിസ്റ്റ് സർക്കാർ, അതായത് ശർമ്മ ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെ മുഴുവൻ അഴിമതി ഉണ്ടാക്കി, അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് മുഴുവൻ മന്ത്രിമാരും അടക്കം അഴിമതിയിൽ മുങ്ങി, ചൈനയോടുള്ള അപ്രമാദിത്യം, എന്താ പറയുക, ചൈനയോട് പക്ഷപാതം കാണിച്ചു നിന്നുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒക്കെ ഒരു സർക്കാരായി മാറിയിരുന്നു. അതിനെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് ഇന്ത്യയിലെ സർക്കാരിനെ പോലെ, മോദിയെ പോലെ ഒരു ഭരണാധികാരി ഞങ്ങൾക്ക് വരണമെന്നാണ് അവിടുത്തെ യുവാക്കൾ മുഴുവൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലടക്കം, നാഷണൽ ന്യൂസിലടക്കം കണ്ടതാണ്, മോദിയെ പോലൊരു നേതാവ് നേപ്പാളിനുണ്ടാകണം എന്നാണ് അവിടെ മൊത്തവും ആളുകൾ പറഞ്ഞത്.
അത്തരത്തിൽ അവിടുത്തെ കലാപങ്ങൾക്കൊരു ശമനമുണ്ടാക്കാനാണ് നേപ്പാളിലെ തന്നെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സുശീൽ കർക്കെ കൊണ്ടുവരുന്നത്. അവിടെ പിന്നെ ഇന്ത്യയിൽ ഈ ഡീപ് സ്റ്റേറ്റ് കുറെ കാലമായ ഒരു പാവ സർക്കാരിനെ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ അവിടെ ഇന്ത്യയിൽ ഒരു പാവ സർക്കാർ ഉണ്ടാകും. അമേരിക്കയുടെ വിധേയത്വം പാലിച്ചു നിൽക്കുന്ന, ജോർജ് സോറസിനോട് വിധേയത്വം പാലിച്ചു നിൽക്കുന്ന, അവരുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സർക്കാർ ആയിരിക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന സർക്കാർ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നരേന്ദ്രമോദി ഇരിക്കുന്ന സമയത്തോടെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കാര്യവും ഇന്ത്യയിൽ നടക്കില്ല എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ പിന്നെ ഇതിലേക്ക് മാറിയത്, നേപ്പാളിലേക്ക് മാറിയത്. നേപ്പാളിൽ യോഗി ആദിത്യനാഥ്, അജിത് ഡോവലിനടക്കം നിർണായക പങ്ക് അവിടെ വഹിക്കാൻ കഴിയും. അവിടെ വലിയ സ്വാധീനമുണ്ട് അജിത് ഡോവലിനും യോഗി ആദിത്യനാഥിനും അടക്കം എന്നുള്ളതാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതായത് പശുപതിനാഥ ക്ഷേത്രം. ഈ പശുപതിനാഥ ക്ഷേത്രം വലിയ പേര് കേട്ട ക്ഷേത്രമാണ്. നമ്മുടെ പിന്നെ ഗുരുവായൂരൊക്കെ പോലെയാണ്, അഹിന്ദുക്കളെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ രാജീവ് ഗാന്ധിയും ഭാര്യ സോണിയാഗാന്ധിയും ഒരിക്കൽ സന്ദർശിക്കാനിടയുണ്ടായി. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിന് വലിയ സ്വാധീനമുള്ള ക്ഷേത്രമാണ്. മാത്രമല്ല ഇത് നേപ്പാളിന്റെ ഒരു ഭരണത്തെയും സംസ്കാരത്തെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പശുപതിനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധി സോണിയാഗാന്ധി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ, ക്ഷേത്രത്തിലെ മേൽശാന്തി അടക്കം പറയുന്നു, രാജീവ് ഗാന്ധിക്ക് ക്ഷേത്രത്തിലേക്ക് കയറാം, സോണിയാഗാന്ധിക്ക് കയറാൻ പറ്റില്ല. ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യ ആയിരുന്നിട്ട് കൂടി അന്ന് സോണിയാഗാന്ധിയെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് അവിടുത്തെ രാജാവ് ബീരേന്ദ്ര രാജാവ് പറഞ്ഞിട്ട് പോലും ക്ഷേത്ര അധികാരികൾ കേട്ടില്ല, ഫലമുണ്ടായില്ല എന്നാണ് പറയുന്നത്. തൻ്റെ ഭാര്യയെ കയറ്റാത്ത നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രം അല്ലാതെ ആകുന്ന തരത്തിലേക്ക് മാറണം എന്ന് ഇന്ദിരാഗാന്ധി, അതായത് തൻ്റെ മരുമകൾക്ക് കയറാൻ പറ്റാത്ത ഒരു രാജ്യം അതൊരു ഹിന്ദു രാഷ്ട്രമല്ലാതെ മാറണം എന്ന് തീരുമാനിക്കുകയും പിന്നീട് റോയിയുടെ ഒക്കെ ഇടപെടലുകളിലൂടെ അവിടെ വീരേന്ദ്ര രാജാവിനെ, അവിടെ രാജഭരണം ഉണ്ടായിരുന്നപ്പോൾ ഭരിച്ചിരുന്ന വീരേന്ദ്ര രാജാവിനെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ തീർക്കുകയും വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. അതിൽ റോയുടെ ചില പങ്കുകളുണ്ട് എന്നൊക്കെയുള്ള ചില അലിഗേഷൻസ് ഒക്കെ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലിലൂടെയാണ് അന്ന് ഹിന്ദു രാഷ്ട്രമായിരുന്ന അല്ലെങ്കിൽ രാജഭരണം ഉണ്ടായിരുന്ന നേപ്പാൾ അങ്ങനെ അല്ലാതായി മാറിയതെന്നൊക്കെയുള്ള അലിഗേഷൻസ് ആണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നേപ്പാളിന്റെ കഴിഞ്ഞ ദിവസം നേപ്പാളിലെ സൈന്യാധിപൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആ ചർച്ചയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് നേപ്പാളിലെ ദേശീയ ചിഹ്നമോ അല്ലെങ്കിൽ നേപ്പാളിലെ ഒരു നേതാക്കന്മാരുടെ ചിത്രമോ ഒന്നുമല്ല, നേപ്പാളിലെ രാജാവിന്റെ ചിത്രമാണ് സൈനിക വക്താവ് സംസാരിക്കുന്നതിന്റെ തൊട്ടുപുറകിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സൈന്യാധിപനായ അശോക് രാജ് സിക്ദാൾ അദ്ദേഹം കൃത്യമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നേപ്പാളിൽ ഒരു ഭരണം ഉണ്ടാകണം, അത് കൃത്യമായ ഒരു ഭരണമാകണം, ഡീപ് സ്റ്റേറ്റിന്റെ ഭരണമാകണം. അപ്പൊ അതായത് ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, അജിത് ഡോവലൊക്കെ ആഗ്രഹിച്ചതുപോലെ ഒരു ഭരണമാണ് നേപ്പാളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ് നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഡീപ് സ്റ്റേറ്റിനും അമേരിക്കയ്ക്കും ജോർജ് സോറസിനും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഇന്ത്യയിലെ ഹിന്ദു വിരുദ്ധർക്ക് അടക്കം വലിയ തിരിച്ചടിയാണ് നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല.